ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാനിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ മാരുതി 800-ലാണ്. എൻ്റെ ഡ്രൈവിംഗ് സ്കൂളിലെ എൻ്റെ വണ്ടിയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ കാർ ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായി മാറിയേക്കാണ്. ഡ്രൈവിംഗ് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നാണക്കേടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ആവശ്യത്തിന് മറ്റൊരാളെ ആശ്രയിക്കാതെ വാഹനം ഓടിച്ചു പോകാനായിട്ട് കഴിയുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും ഡ്രൈവിംഗ് പഠനം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ വണ്ടി ഓടിക്കാനായിട്ടുള്ള ചില ടെക്നിക്കുകളും ട്രിക്കുകളും ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അതായത് മാരുതി 800 ഓടിക്കാൻ എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നിങ്ങൾക്ക് 800 ഓടിക്കുന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതൊരു വാഹനവും നിങ്ങൾക്ക് പിന്നീട് ഓടിക്കാനായിട്ട് കഴിയും. അതിൻ്റെ ബേസിക് ആണ് പറഞ്ഞു തരുന്നത്. ശ്രദ്ധിച്ച് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം. ഒപ്പം തന്നെ വാഹനം പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരുപാട് പേര് എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ച ഒരു ചോദ്യമാണ്, കാർ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വണ്ടി ഏതാണ്? അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് ഏറ്റവും നല്ല വണ്ടി മാരുതി 800 അല്ലെങ്കിൽ ആൾട്ടോ 800 ആണ്. കുറച്ചും കൂടെ ഞാൻ നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ മാരുതി 800 ആണെന്ന് പറയും. അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഇത് ചെറിയ വണ്ടിയാണ് ഒന്ന്. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, ഡ്രൈവിംഗ് സീറ്റിൻ്റെ സൈഡിൽ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഗ്ലാസ് ഏരിയയും കഴിഞ്ഞ് ഇവിടെ ഒക്കെ കണ്ടില്ലേ, നമുക്ക് വൈഡ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ലഭിക്കുന്നത്. അതായത് ഗ്ലാസ് ഏരിയ ഒക്കെ താഴോട്ടുള്ളത് കൊണ്ട് തന്നെ ഈ വശങ്ങളെല്ലാം നമുക്ക് കറക്റ്റായിട്ട് കാണാം. ഇനി മുൻവശത്തേക്ക് നോക്കി കണ്ടോ, നമുക്ക് ആ റോഡ് ഏരിയ ഒക്കെ വളരെ നല്ല വ്യൂ ആണ് നമുക്ക് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ലഭിക്കുന്നത്. ഈ ഭാഗമാണെങ്കിലും അതുപോലെ തന്നെ ബാക്ക് സൈഡ് ഏരിയ ആണെങ്കിലും എല്ലാ ഏരിയയും നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് വാഹനത്തിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഹനം പഠിക്കുന്ന സമയത്ത് ചെറിയ വണ്ടി ആയതുകൊണ്ട് തന്നെ ഓടിക്കാനായിട്ട് എളുപ്പമുണ്ട്, പഠിച്ചെടുക്കാനായിട്ട് എളുപ്പമുണ്ട്. എല്ലാ സൈഡും നല്ല രീതിയിൽ കണ്ട് വണ്ടി ഓടിക്കാനായിട്ട് കഴിയും. ഒന്നെങ്കിൽ മാരുതി 800 അല്ലെങ്കിൽ ആൾട്ടോ 800, ഈ രണ്ട് വണ്ടി ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വാഹനം പഠിച്ചു തുടങ്ങുന്ന ആദ്യ ടൈമിൽ വാഹനത്തിൻ്റെ സീറ്റ് ബെൽറ്റ് ഇടുന്നത് മുതലുള്ള കാര്യങ്ങൾ പഠിക്കണം. ഇതിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സീറ്റ് ബെൽറ്റ് അല്ല ആദ്യം ഇടേണ്ടത്. വണ്ടി കയറി കഴിഞ്ഞാൽ കറക്റ്റ് പൊസിഷനിൽ ഇരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. കറക്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റിയറിംഗ് വീലുമായിട്ട് നമ്മളൊരു അകലം വിട്ട് വേണം ഇരിക്കാനായിട്ട്. എന്നെങ്കിൽ മാത്രമേ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈക്ക് പെയിൻ ഇല്ലാതെ സ്റ്റിയറിങ്ങിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് നിങ്ങൾ കൈ, ഞാൻ ഒത്തിരി വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ കൈ ഇത്തരത്തിൽ നിവർത്തുക, രണ്ട് കൈ നിവർത്തുക, കൈയുടെ റിസ്റ്റ് ഏരിയ സ്റ്റിയറിങ്ങിൻ്റെ ടോപ്പ് എൻഡിൽ എത്തുന്ന ഈ സ്പേസ് വേണം സ്റ്റിയറിംഗുമായിട്ട് ഇടാൻ. ഇപ്പം ഞാൻ ആ സ്പേസ് ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഈ സീറ്റിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു ലിവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇത് ഈ കാണുന്ന ഇവിടെ ഒരു ലിവർ ഉണ്ട്. ഈ ലിവർ എൽ ഷേപ്പിലാണ് നിൽക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് മുന്നിലേക്കും പിന്നിലേക്കും ആക്കാം. അതായത് പ്രസ് ചെയ്ത് പിടിച്ചോണ്ട് ഇപ്പം ഞാൻ കറക്റ്റായിട്ട് ലോക്കിലേക്ക് ഇട്ടേക്കാണ്. എന്നിട്ട് ലോക്ക് അഴിച്ച് വിട്ടാൽ ഇത് കറക്റ്റ് ലോക്കിലേക്ക് വീണോളും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കണം നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇടേണ്ടത്. ഇത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. ഇനി സീറ്റ് ബെൽറ്റ് ഇടുമ്പോൾ നിങ്ങളുടെ വലത്തെ കൈ സീറ്റ് ബെൽറ്റിലേക്ക് പിടിക്കുക. എന്നിട്ട് ബെൽറ്റ് ഇങ്ങോട്ട് വലിക്കുക. ഇതുപോലെ വലിച്ച് നിങ്ങളുടെ കൈ ഉള്ളിലാക്കുക. കണ്ടില്ലേ, ഇതുപോലെ ഉള്ളിലാകുന്ന സമയത്ത് നിങ്ങളുടെ ഇടത്തെ കൈ ഫ്രീ ആണല്ലോ. ഇടത്തെ കൈ ഫ്രീ ആകുന്ന ഈ കൈ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ലോക്ക് ഉണ്ട് സീറ്റിൻ്റെ, ഈ ലോക്കിലേക്ക് നമ്മൾ പിടിക്കുന്നു ഇങ്ങനെ. എന്നിട്ട് ഇവിടെ സീറ്റ് ബെൽറ്റ് ഇങ്ങനെ വലിച്ചിട്ട് ഇവിടെ അടിഭാഗത്തായിട്ട് നമുക്കിത് ലോക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഈ കാണുന്നു, ഈ ലോക്കിലേക്ക് നമ്മൾ ഇതുപോലെ പതിയെ ഈ ലോക്ക് ബട്ടൺ കയറ്റുന്നു. എന്നിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഇങ്ങോട്ടൊന്ന് പ്രസ് ചെയ്യുക. അപ്പം സീറ്റ് ബെൽറ്റ് ഓക്കെ ആയി. ഇനി ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സീറ്റ് ബെൽറ്റ് ഇടുക എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കാം, എന്നാൽ പോലും അറിയത്തില്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഗുണമാകട്ടെ. ശ്രദ്ധിക്കേണ്ടത്, ഇതാണ് വാഹനത്തിന്റെ ഡാഷ്ബോർഡ് ഏരിയ എന്ന് പറയുന്നത്. ഈ ഡാഷ്ബോർഡ് ഏരിയയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് സ്റ്റിയറിംഗ് വീല്, ഇവിടെ നമ്മുടെ വണ്ടിയുടെ മീറ്റർ കൺസോള്, ഇവിടെ നമുക്ക് കിലോമീറ്റർ സ്പീഡ് അറിയാം, ഫ്യൂവലിന്റെ അളവ് അറിയാനായിട്ട് തൊട്ട് മേളിൽ ഒരു മീറ്റർ ഉണ്ട്, താഴെ നമുക്ക് ഹീറ്റിന്റെ അളവ് അറിയാനായിട്ട് കഴിയും. ഇത് AC-യുടെ മോഡുകളാണ്. ഓക്കെ, ഇനി ഇവിടെ AC-യുടെ വെന്റ് കാണാം. ഇതാണ് ഗ്ലൗ ബോക്സ്, ഈ വണ്ടിയുടെ ഗ്ലൗ ബോക്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ ഉള്ളൂ. ഇനി ഈ ഒരു ഭാഗത്ത് നമുക്ക് വാഹനത്തിന്റെ ഹെഡ്ലൈറ്റിന്റെ സ്വിച്ച് ആണ് ഈ കൊടുത്തേക്കുന്നത്, മനസ്സിലായോ? ഇത് നമ്മൾ ജസ്റ്റ് മുന്നിലേക്ക് ഒന്ന് തിരിച്ച്
തിരിച്ചു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഓൺ ആകും. വീണ്ടും ഒന്നും കൂടെ അതായത് പാർക്ക് മോഡിലേക്ക് വരും. അതായത് 4 സൈഡിലെയും ലൈറ്റ് ജസ്റ്റ് ഒന്ന് ഓൺ ആകത്തേ ഉള്ളൂ. വീണ്ടും ഒന്നും കൂടെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഫുൾ ബ്രൈറ്റ് മോഡിലേക്ക്, വെട്ടത്തിൻ്റെ മോഡിലേക്ക് വരാം. എന്നിട്ട് ഇത് നമുക്കിത് താഴോട്ട് മുകളിലേക്കും ആക്കി കഴിഞ്ഞാൽ ഡിമ്മും ബ്രൈറ്റും ചെയ്യാം. ബ്രൈറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ റോഡിൽ നല്ല വെട്ടം കിട്ടും. ഡിം മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റോഡിൻ്റെ താഴ്വശത്തേക്ക് വെട്ടം കിട്ടത്തുള്ളൂ. അതിനാണ് ഈ നോബ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഇവിടെ സ്റ്റിയറിംഗ് വീലിനോട് ചേർന്ന് ഇത് കാണുന്നത് വണ്ടിയുടെ വൈപ്പർ സ്വിച്ച് ആണ്. ഇവിടെ നമ്മൾ വൈപ്പർ ഓഫ് മോഡിലാണ് കിടക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി കഴിഞ്ഞാൽ ഓൺ ആവും. വീണ്ടും ഒന്നും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അത് സ്പീഡ് കുറച്ചും കൂടെ കൂടും. വീണ്ടും ഹൈയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് വൈപ്പർ യൂസ് ചെയ്യാം. ഇനി അടിയിലേക്ക് വരുമ്പോൾ നമ്മുടെ വണ്ടിയുടെ 3 പെഡലുകൾ കാണാം. ഈ 3 പെഡലുകളിൽ ഈ കാണുന്നതാണ് വാഹനത്തിൻ്റെ ആക്സിലറേറ്റർ പെഡൽ. ഈ പെഡലുകൾ നമുക്ക് ഓർക്കാനായിട്ട് ABC എന്ന് ഓർക്കാം. A ആക്സിലറേറ്റർ, B ബ്രേക്ക്, C ക്ലച്ച്. അപ്പം ഇത് ഉപയോഗിക്കുന്നത് ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ വലത്തെ കാല് ബ്രേക്ക് പെഡലിനോട് ചേർന്ന് ഇങ്ങനെ വെക്കണം. ഇടത്തെ കാല് ക്ലച്ച് പെഡലിനോട് ചേർത്ത് ഇങ്ങനെ വെക്കുക. വലത്തെ കാലാണ് നമ്മൾ ബ്രേക്കും ആക്സിലറേഷൻ യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പം എന്ത് ചെയ്യണം, കാല് ഇങ്ങനെ പ്ലേസ് ചെയ്യുക. അപ്പം നമുക്ക് ബ്രേക്കും ആക്സിലറേറ്ററും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ട് കഴിയും. ക്ലച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് ഇടത്തെ കാല് ഫ്രീ ആക്കിയിട്ട് ക്ലച്ച് കൺട്രോൾ ചെയ്യുക. അപ്പോഴേ നമുക്ക് പ്രോപ്പർ കൺട്രോളിങ് ക്ലച്ചിൽ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ഇനി അടുത്ത ഗിയർ ഇടുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് പഠിച്ചെടുക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. അതായത് ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ ഗിയർ കിടക്കുന്നത് ഫസ്റ്റ് ഗിയറിലാണ്. ഈ വണ്ടിക്ക് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് 4 ഗിയറും അതുപോലെ തന്നെ റിവേഴ്സ് ഗിയർ 1, അങ്ങനെ ടോട്ടൽ 5 ഗിയറുകളാണ് ഈ വണ്ടിക്കുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് വണ്ടി കിടക്കുന്നത്. ഈ ഫസ്റ്റ് ഗിയറിൽ നിന്ന് ജസ്റ്റ് താഴോട്ടാക്കി കഴിഞ്ഞാൽ വണ്ടിയുടെ ഗിയർ ന്യൂട്രൽ പൊസിഷനിൽ വന്നു. കണ്ടോ, ഈ ന്യൂട്രൽ പൊസിഷനിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത്, അതായത് കൈ ഇങ്ങനെ പിടിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നിട്ട് മേളിലേക്ക് ഇട്ടാൽ ഫസ്റ്റ് വരും. മനസ്സിലായോ? ഇനി ഫസ്റ്റിൽ നിന്ന് ന്യൂട്രലിലേക്ക് വരുന്നു. ന്യൂട്രൽ പൊസിഷനിൽ വന്ന് ഇങ്ങനെ തന്നെ കൈ ചേർത്ത് താഴോട്ട് ഇട്ടാൽ സെക്കൻഡ് ഗിയർ കറക്റ്റ് ആയിട്ട് ഇടാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റും സെക്കൻഡും നിങ്ങൾ ഇങ്ങനെ ഇട്ടല്ലോ. ഇനി ഇടുന്ന ഓരോ ഗിയർ ഇടുമ്പോഴും, ഇനി ഇടുന്ന മുന്നോട്ട് ഇടുന്ന തേർഡ്, ഫോർത്ത്, റിവേഴ്സ്, ഈ 3 ഗിയർ ഇടുമ്പോഴും നിങ്ങൾക്ക് കൈ ഇനി ഇങ്ങനെ ഉപയോഗിച്ചാൽ മതി. നിങ്ങൾ നോക്കുക, കൈ ഇങ്ങനെ പിടിക്കുക. അതെ, ജസ്റ്റ് മേളിലേക്ക് ഇട്ടാൽ ന്യൂട്രൽ പൊസിഷനിൽ ഗിയർ ലിവർ വരും. കണ്ടോ? എന്നിട്ട് ഈ ന്യൂട്രൽ പൊസിഷനിൽ സെൻറ്റർ ആണ് ലിവർ എങ്കിൽ തൊട്ട് മേളിലേക്ക് ഇട്ടാൽ തേർഡ് ഇടാം. കണ്ടോ? ഇനി ഫോർത്ത് ആണെന്നുണ്ടെങ്കിൽ തൊട്ട് താഴോട്ടിട്ടാൽ ന്യൂട്രൽ വരും. ലിവർ നടുക്കാക്കണം, ഇങ്ങോട്ടോ പോകില്ല. നടുക്കാക്കിയിട്ട് താഴോട്ടിട്ടാൽ ഫിഫ്ത്ത് ഇടാം. കണ്ടോ? ഇനി റിവേഴ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ന്യൂട്രൽ പോയിന്റിലേക്ക് വരുന്നു, റൈറ്റ് സൈഡിലേക്ക് കയറുക. ഇങ്ങനെ റൈറ്റ് കയറുക, താഴോട്ടിട്ടാൽ റിവേഴ്സ് ഗിയർ ഇടാം. കണ്ടോ? അപ്പോൾ ഇത്രയും ഗിയറുകൾ ഇടുന്ന സമയത്ത് കൈ ഇങ്ങനെ യൂസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഒരു മാറ്റം വരുന്ന എവിടെയാണ് ഗിയർ ഇടുമ്പോൾ ഒരു ചേഞ്ച് വരുന്നതെന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഫോർത്ത് ഗിയറിൽ നിന്ന് നമ്മൾ തേർഡിലേക്ക് ഇടുന്നു, ഇങ്ങനെ തന്നെ വരാം. എന്നാൽ തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് വരുമ്പം ഇങ്ങനെ വരുന്നതിനേക്കാളും നല്ലത് കൈ ഇങ്ങനെ പിടിക്കുക. മനസ്സിലായി? ഇവിടെയാണ് കൈക്ക് നിങ്ങൾക്ക് ഇനി ചേഞ്ച് വരുന്നത്. ഡൗൺ ചെയ്യുമ്പോൾ ഇവിടെ മുതൽ കൈക്ക് ചേഞ്ച് ആവുകയാണ്. അതായത് തേർഡിൽ നിന്ന് സെക്കൻഡ് വരാൻ ഇങ്ങനെ പിടിക്കുന്നു, ലെഫ്റ്റ് ഗിയർക്കുന്നു, താഴോട്ട് ഇടുന്നു, സെക്കൻഡ് ഗിയർ. ഇനി സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് ഇടണമെന്നുണ്ടെങ്കിലോ ഇങ്ങനെ വരുന്നു. അതായത് ഫസ്റ്റും സെക്കൻഡും ഇങ്ങനെ ഇടുന്നു, തേർഡ്, ഫോർത്ത്, റിവേഴ്സ് ഇങ്ങനെ പോകാം, ഫോർത്തിൽ നിന്ന് തേർഡ് ഇങ്ങനെ പോകാം. ഇനി വരുന്ന ഗിയറുകൾക്ക് ചേഞ്ച് ആയി. ഇങ്ങനെ കൈ വരുന്നു, സെക്കൻഡ്, ഇങ്ങനെ വരുന്നു, ഫസ്റ്റ്. ഇത് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് ഓർത്ത് പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗിയർ ഇടുമ്പോൾ നിർബന്ധമായിട്ട് ക്ലച്ച് ചവിട്ടണം. എന്തുകൊണ്ട്? ഇനി നമുക്ക് വണ്ടി ഓടിച്ചു തുടങ്ങാം. ഇനി ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് തന്നെ കാണുക. ഓക്കെ, എൻ്റെ വണ്ടിയുടെ കീ ഇത് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആദ്യം എൻ്റെ കാല് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബ്രേക്കിലേക്ക് എടുത്ത് വെക്കുന്നു. കാരണം വണ്ടി ഒരു സൈഡിലേക്ക് ഉരുണ്ട് പോകാതിരിക്കാനായിട്ട് ബ്രേക്കിലേക്ക് കാല് വെക്കുന്നു. രണ്ടാമത് ക്ലച്ച് ചവിട്ടുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സംശയം ഉണ്ടാകും, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തിനാണ് ക്ലച്ച് ചവിട്ടുന്നത്? അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് ക്ലച്ച് ഉപയോഗിക്കണം. അതുപോലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഗിയറിലാണ് കിടക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ക്ലച്ച് ഉപയോഗിക്കണം. അതുപോലെ പുതിയ വാഹനങ്ങളാണെങ്കിൽ ക്ലച്ച് ചവിട്ടിയാലേ വണ്ടി സ്റ്റാർട്ട് ആകത്തുള്ളൂ. അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തിനാണ് ക്ലച്ച് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടിക്ക് എഞ്ചിനുണ്ട്, ഗിയർ ബോക്സ് ഉണ്ട്. പിന്നെ എഞ്ചിനിൽ നിന്ന് വരുന്ന പവറാണ് ഗിയർ ബോക്സ് വഴി വീലുകളിലേക്ക് എത്തുമ്പോഴാണ് വണ്ടി ഉരുളുന്നത്. അപ്പോൾ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് വണ്ടി ഓടാൻ ആവശ്യമായിട്ടുള്ള പവർ തരുന്ന ഒരു സംവിധാനമാണ്. ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളുടെ വണ്ടിയെ വ്യത്യസ്ത വേഗത്തിൽ ഓടിക്കാനായിട്ടുള്ള ഒരു സംവിധാനമാണ് ഗിയർ ബോക്സ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡും തേർഡും ഫോർത്തും ഗിയറുകൾ ഇടുന്നത്. ഓക്കെ, അപ്പോൾ എഞ്ചിനിൽ നിന്ന് വരുന്ന പവറിനെ ഗിയർ ബോക്സ് വഴി വീലുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കടമയാണ് ശരിക്കും പറഞ്ഞാൽ ക്ലച്ച് ചെയ്യുന്നത്. അതായത് നമ്മൾ ക്ലച്ച് എപ്പോഴൊക്കെ അയച്ചു കൊടുക്കുന്നോ ആ സമയത്ത് എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ ഗിയർ വഴി വീലുകളിലേക്ക് എത്തുന്നു. അപ്പം നമ്മൾ ഓരോ ഗിയർ ഇടുന്ന സമയത്ത് ഇടയ്ക്ക് എഞ്ചിനും ഗിയർ ബോക്സിനെയും നമ്മളൊന്ന് സെപ്പറേറ്റ് ആക്കണം.
അല്ലെങ്കിൽ ആ കണക്ഷനെ ഒന്ന് കട്ട് ഓഫ് ചെയ്യണം. അതിനാണ് നമ്മൾ നിർബന്ധമായിട്ട് ക്ലച്ച് ചവിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇടുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടി എഞ്ചിനും ഗിയർ ബോക്സിൻ്റെ ആ ഒരു കണക്ഷൻ താൽക്കാലികമായിട്ട് കട്ട് ഓഫ് ചെയ്തിട്ട് അടുത്ത ഗിയറിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ക്ലച്ച് ചവിട്ടാതെ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത്രയും നിങ്ങളൊന്ന് ബേസിക് ആയിട്ടൊന്ന് ഓർത്തിരിക്കുക. ഇപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. എൻ്റെ കാല് ബ്രേക്കേ വരുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിയിട്ടുണ്ട്, വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു. ഓക്കെ, ഇപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ വണ്ടി എടുക്കാൻ പോകണം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്തിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ലെഫ്റ്റ് സൈഡിലേക്ക് ലിവർ ചേർക്കുന്നു, മേളിലേക്ക് ഇടുന്നു. കണ്ടോ, ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് കൊടുക്കുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുകയാണ്. ഈ ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പാർക്കിംഗ് ബ്രേക്കാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ വണ്ടി ഇടുന്ന സമയത്താണ് ഇത് ഇടുന്നത്. ഇനി ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഈ ഹാൻഡ് ബ്രേക്ക് ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക. അതായത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇനി ഈ ഹാൻഡ് ബ്രേക്ക് നിങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമുക്കിപ്പോൾ ഹാൻഡ് ബ്രേക്ക് മേളിലേക്ക് ഇട്ടിട്ടുണ്ടല്ലോ, ജസ്റ്റ് ഇവിടെ ഈ പിടിക്കുക, എന്നിട്ട് ജസ്റ്റ് മേളിലേക്ക് ഇത് വലിക്കുക. അപ്പോൾ ഈ ലോക്ക് കഴിയും, കണ്ടോ. എന്നിട്ട് പതിയെ നീ ഇത് താഴോട്ട് താഴ്ത്തി കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാം. ഹാൻഡ് ബ്രേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പാർക്കിംഗ് ബ്രേക്കാണ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്താണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പം വണ്ടി എടുക്കുന്നതിന് മുന്നേ നമ്മൾ കൃത്യമായിട്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഗിയർ കൊടുത്താൽ ഉടൻ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് വെച്ചേക്കണം. ഒരിക്കലും ഇങ്ങനെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി ഓടിക്കരുത്. വണ്ടിയുടെ ബാക്കിലെ ടയർ രണ്ടും ലോക്കായിരിക്കും. അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ട് റിലീസ് ചെയ്ത് താഴോട്ട് താഴ്ത്തുക. എന്നിട്ട് ഇനി വണ്ടി എടുക്കാൻ പോകണം. എടുക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യം വണ്ടി നീങ്ങുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. അതിനെ നമ്മൾ ക്ലച്ച് ചെയ്യുന്ന പതുക്കെ അയച്ചു വീഴുമ്പോൾ ഗിയർ ബോക്സ് വഴി വീലിലേക്ക് വണ്ടി ഉരുളാനായിട്ട് തുടങ്ങും. അത് നമ്മൾ ക്ലച്ച് അയക്കുമ്പോൾ അറിയാൻ കഴിയും. ഇതേ ക്ലച്ച് പതുക്കെ ഞാൻ അയച്ചു വരികയാണ്, കണ്ടോ. അപ്പോൾ വണ്ടിക്കുള്ളിൽ ഒരു വൈബ്രേഷൻ വന്നു, വണ്ടി ഉരുളാൻ തുടങ്ങുന്ന ഒരു പോയിന്റ് വന്നു. ഇതാണ് വണ്ടിയുടെ ഹാഫ് ക്ലച്ച് പോയിന്റ് എന്ന് പറയുന്നത്. ഈ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ ഇത്തിരി ആക്സിലറേഷൻ മെല്ലെ മുന്നോട്ട് കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ അയച്ചാൽ വണ്ടി എടുക്കാം, കണ്ടോ. ഇനി വണ്ടി വീണ്ടും നിർത്താൻ പഠിക്കണം. വീണ്ടും ക്ലച്ച് ചവിട്ടുക, ബ്രേക്കിലേക്ക് വരിക. അതായത് നമ്മൾ എടുത്ത സെയിം മെത്തേഡിലേക്ക് നമ്മൾ വീണ്ടും വന്നു, ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തി, വീണ്ടും എടുക്കുകയാണ്, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്നു, വണ്ടി നീങ്ങുന്ന പോയിന്റിലേക്ക് എത്തുന്നു. എന്നിട്ട് ഇത്തിരി ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ക്ലച്ച് ചെയ്യാൻ അയച്ചപ്പോൾ എൻ്റെ വണ്ടി വീണ്ടും എടുത്തു, കണ്ടോ. അപ്പോൾ ഇനി വീണ്ടും വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എഞ്ചിനും ഗിയർ ബോക്സും സെപ്പറേറ്റ് ആക്കണം, അല്ലെങ്കിൽ ആ കണക്ഷനെ കട്ട് ഓഫ് ചെയ്യാണ്. ഇപ്പോൾ എഞ്ചിൻ മാത്രം സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നു, കാരണം ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്ന് എഞ്ചിൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിൽക്കുകയാണ്. ഗിയറിലാണ് കിടക്കുന്നതെങ്കിലും വണ്ടി ഉരുളത്തില്ല. വീണ്ടും എടുക്കുകയാണ്, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് ഞാനിതിവിടെ വണ്ടി എടുത്തു, കണ്ടോ. അപ്പോൾ ഇതുപോലെ വാഹനം ഫസ്റ്റ് ഗിയറിൽ ഇപ്പം ഞാൻ എടുത്തു. ഇനി വീണ്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി എപ്പോഴൊക്കെയാണ് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സെക്കൻഡ് ഗിയറിലേക്ക് നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറയുന്നത് ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ മൂവ്മെൻറ്റ്സ് കൊടുക്കേണ്ട ഗിയറുകളാണ് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഗിയറുകൾ. മനസ്സിലായോ? മൂവ്മെൻറ്റ്സ് ഇല്ലാത്ത സമയത്ത് ഇടുന്ന ഗിയറുകളാണ്, മൂവ്മെൻറ്റ്സ് ആക്കാനായിട്ട് ഇടുന്ന ഗിയറുകളാണ് ഫസ്റ്റും റിവേഴ്സും. പുറകോട്ട് എടുക്കുമ്പോൾ റിവേഴ്സും, മുന്നോട്ട് എടുക്കുമ്പോൾ ഫസ്റ്റും. മനസ്സിലായി? മൂവ്മെൻറ്റ്സ് ഇല്ലാത്ത സമയത്ത് മൂവ് ആക്കണം, അതിന് ഫസ്റ്റ് ഇടുന്നു. മനസ്സിലായോ? ഇനി വണ്ടി ഓട്ടത്തിലിടേണ്ട ഗിയറുകളാണ് മറ്റെല്ലാ ഗിയറുകളും. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കുറയ്ക്കുക, എഞ്ചിനെ സെപ്പറേറ്റ്, ഗിയറിനെ സെപ്പറേറ്റ് ആക്കാനായിട്ട് ക്ലച്ച് ചവിട്ടുന്നു, ന്യൂട്രൽ പോയിന്റിലേക്ക് ഗിയർ ലിവർ ആക്കുന്നു, കൈ താഴോട്ടാക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു, എന്നിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുക. വണ്ടി ഉരുണ്ടോണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലച്ച് നിന്ന് വീണ്ടും റിലീസ് ചെയ്യുന്നു. സെക്കൻഡ് ഗിയറിൽ ഇപ്പോൾ വണ്ടി പോവാണ്. വീണ്ടും നമുക്ക് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം ഇതുപോലെ സെക്കൻഡ് ഗിയറിൽ പ്രോപ്പറായിട്ട് നമുക്ക് പോകാനായിട്ട് കഴിയും. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ പോവാണ്. ഇനി തേർഡ് ഗിയർ എപ്പോഴാണ് കൊടുക്കുന്നത്? തേർഡ് ഗിയർ നമ്മൾ വണ്ടി ഉരുണ്ടോണ്ടിരിക്കുന്ന സമയത്ത് കൊടുക്കേണ്ട ഗിയറാണ്. അപ്പോൾ പ്രധാനമായിട്ട് ഈ ഗിയർ നിങ്ങൾ ഇടേണ്ടതെന്ന് പറയുന്നത് പരമാവധി സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡുകളിൽ ഇടുക. പഠിക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് റോഡാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ അത്യാവശ്യം നിരപ്പായിട്ടുള്ള റോഡുകൾ വരുന്ന സമയത്ത് നമുക്ക് ഇടാം. അതുപോലെ തന്നെ ചെറിയ ഇറക്കങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഗിയറുകൾ ഇടുന്നതിന് ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല. ഇപ്പം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ സെക്കൻഡിൽ ഇങ്ങനെ വരികയാണ്. ഇവിടെ നമുക്ക് താഴോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ഇറക്കമുണ്ട്. അപ്പോൾ ഞാൻ ആ ഇറക്കത്ത് ഇറങ്ങുകയാണ്. ഇപ്പം മെല്ലെ എൻ്റെ കാല് ബ്രേക്കിലേക്ക് ആദ്യം വരികയാണ്. ഇറക്കമായതുകൊണ്ട് ബ്രേക്കിലേക്ക് ഇങ്ങനെ കാല് വരുന്നു. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് ഞാൻ ഇങ്ങോട്ട് തിരിയാണ്. ബ്രേക്ക് കാല് വെച്ച് ഞാൻ ഇവിടെ ഇങ്ങനെ തിരിഞ്ഞു, ഇടത്തെ സൈഡിലേക്ക് തിരിഞ്ഞു. ഇനി ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തേർഡ് കൊടുക്കാം. ഇറക്കത്തോട് കൂടിയ റോഡിലായതുകൊണ്ട് നമുക്ക് മൂവ്മെൻറ്റ്സിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ക്ലച്ച് അങ്ങോട്ട് പിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇത് കൈ ഇങ്ങനെ പിടിക്കുന്നു, ന്യൂട്രൽ പോയിന്റിലേക്ക് വരുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. കണ്ടോ, ഇപ്പോൾ മൂന്നാമത്തെ ഗിയറിലേക്ക് വളരെ ഈസി ആയിട്ട് ഇടാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഫോർത്ത് ഗിയർ എവിടെയാണ് കൊടുക്കേണ്ടത്? നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു റോഡ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ബിഗിനേഴ്സ് ഡ്രൈവിംഗ് പഠിക്കുന്നവർ ഫോർത്ത് ഗിയറിൽ ഇടാനായിട്ട് പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ചെറിയ വളവും തിരിവും ചെറിയ കയറ്റമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് മൂന്നാമത്തെ ഗിയറിൽ നിങ്ങൾക്ക് ഇങ്ങനെ പോകാനായിട്ട് കഴിയും. ഒരു തരത്തിലുള്ള പ്രോബ്ലം വരത്തില്ല. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കുക, ഇപ്പം ഞാൻ മൂന്നാമത്തെ ഗിയറിൽ ഇത് ഇവിടെ ഒരു വളവ് തിരിഞ്ഞു വരുന്നു. ഓക്കെ, ഇനി നമ്മൾ 3-ൽ നിന്ന് 2-ലേക്ക് എപ്പോഴാണ് ഇടേണ്ടത്, സെക്കൻഡ് ഗിയറിലേക്ക് ഇടേണ്ടതെന്ന് ചോദിച്ചാൽ മൂന്നാമത്തെ ഗിയറിൽ നമ്മുടെ വണ്ടി പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം,
സ്പീഡ് തീർത്തും കുറഞ്ഞു വരുന്ന ഒരു ആദ്യത്തെ സിറ്റുവേഷനിൽ നമ്മൾ കൊടുക്കേണ്ടത് സെക്കൻഡ് ഗിയർ ആണ്. മനസ്സിലായോ? സ്പീഡ് തീർത്തും കുറഞ്ഞാൽ ഫസ്റ്റ് കൊടുക്കണം. എന്നാൽ അത്യാവശ്യം സ്പീഡ് അങ്ങ് കുറയുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, സെക്കൻഡ് കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പം ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോർത്ത് കൊടുക്കാം. അത്യാവശ്യം റോഡ് സ്ട്രൈറ്റ് ആയി ഇത്തിരി ആക്സിലറേഷൻ കൊടുക്കുന്നു, ഇതേ ഞാൻ ഫോർത്ത് ഗിയറിലേക്ക് ഇട്ടു, എന്നിട്ട് ക്ലച്ച് അയച്ചു വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ ഇങ്ങനെ പോവാണ്. ഓക്കെ, ഇനി ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് നാലാമത്തെ ഗിയറിൽ ഇങ്ങനെ പോകുന്നു, മുന്നിലായിട്ട് ചെറിയൊരു കയറ്റമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ കാണുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ആദ്യം ക്ലച്ച് പിടിച്ചിട്ട് തേർഡ് ഗിയർ ഇടും, അഡ്വാൻസ് ചെയ്യുവാണ്. കണ്ടോ, നേരത്തെ തേർഡ് ഇട്ട് കൊടുത്തു, എന്നിട്ട് ഈ കയറ്റം കയറുവാണ്. ഇനി കയറ്റം കയറാത്തൊരു സ്ഥിതി നമുക്ക് ഇവിടെ വരുന്നു, കയറ്റത്തിൻ്റെ നടുവിലേക്ക് എത്തുന്നു, കയറുന്നില്ല എന്ന് തോന്നിയാൽ നേരത്തെ എന്ത് ചെയ്യുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. അപ്പോൾ ഞാൻ കൈ പിടിച്ച കണ്ടല്ലോ, ഇങ്ങനെ കൈ വന്ന് നേരെ താഴോട്ട് ഇട്ടു, സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. കണ്ടോ, എന്നിട്ട് സെക്കൻഡ് ഗിയറിൽ നമ്മൾ ഈ കയറ്റം കയറി. കാരണം സെക്കൻഡ് ഗിയർ അത്യാവശ്യം ചെറിയ ഏതൊരു കയറ്റവും കയറി പോകും. ഇനി അവിടെയും കയറുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ പതിയെ നല്ല കയറ്റമാണെന്നുണ്ടെങ്കിൽ അവിടെ ഫസ്റ്റ് ഗിയർ കൊടുക്കണം. ഇതാണ് ആ ഗിയറിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു വണ്ടി എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് പുറകോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ റിവേഴ്സും കൊടുക്കുക, എന്നിട്ട് മൂവ്മെൻറ്റ്സിൽ ഇടേണ്ട ഓരോ ഗിയറാണ് സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന് പറയുന്നത്. അത്യാവശ്യം സ്ട്രെയിറ്റ് റോഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഗിയറുകൾ ഇടാം. പിന്നെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ആ ഗിയറിൽ വണ്ടി പോകാനായിട്ട് മടി കാണിക്കുമ്പോൾ ഓരോ ഗിയറും നമ്മൾ ഡൗൺ ചെയ്ത് കൊടുക്കണം. ഫോർത്തിൽ നിന്ന് ആദ്യം തേർഡ് കൊടുക്കുക. തേർഡിലും പോകുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്പീഡ് കുറച്ചും കൂടെ കുറയുന്നു, വണ്ടി കയറാൻ മടി കാണിക്കുന്നു തോന്നിയാൽ എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക. തീർത്തും സ്പീഡ് കുറഞ്ഞാൽ ഫസ്റ്റ് കൊടുക്കുക. ഇനി നമുക്ക് വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ബ്രേക്കിലേക്ക് മെല്ലെ വന്നിട്ട് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടണം. ഇല്ലെങ്കിൽ വണ്ടിയുടെ എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകും. കാരണം എഞ്ചിനും ഗിയർ ബോക്സും കണക്ട് ചെയ്താണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ വണ്ടി നിർത്തുമ്പോൾ ബ്രേക്ക് മാത്രം കയറി ചവിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വണ്ടി എഞ്ചിൻ ഇടിച്ചിട്ട് അങ്ങ് ഓഫായി പോകുന്ന ഒരു രീതിയാണ് ഡ്രൈവിങ്ങിൽ സംഭവിക്കുന്നത്. ഇതാണ് അപ്പോൾ ഡ്രൈവിങ്ങിലെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വാഹനത്തെ മനസ്സിലാക്കിയിട്ട് വണ്ടി ഓടിക്കുക. ഇനി ഓടിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ടിപ്സ് എന്ന് പറയുന്നത്, തുടക്കത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസും ഗിയർ ഷിഫ്റ്റിങ്ങും ഒക്കെ തെറ്റും. അപ്പോൾ അത് ഒന്ന് ക്ലിയർ ആകാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ സ്റ്റിയറിങ്ങിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റിയറിങ്ങിൽ നമുക്ക് ഇടത്തോട്ടുള്ള തിരിവെന്ന് പറയുന്നത്, ഇപ്പോൾ സ്റ്റിയറിംഗ് വീല് സെൻറ്റർ ആയിട്ടാണ് നിൽക്കുന്നത്, അതായത് ടയർ നേരെയാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ഞാനൊരു 1.5 റൗണ്ട് ഇങ്ങോട്ട് തിരിക്കുകയാണ്. നിങ്ങൾ നോക്കിക്കേ, ഈ സ്റ്റിയറിംഗ് വീല് നോക്കുക. ഓക്കെ, ഇവിടുന്ന് ഞാനിത് ഒരു റൗണ്ട് ഇങ്ങനെ തിരിച്ചു. ഓക്കെ, കണ്ടോ, ഒരു റൗണ്ട് തിരിച്ചു. ഇനി ഇവിടുന്ന് വീണ്ടും ഞാനൊരു 1/2 റൗണ്ടും കൂടി തിരിച്ചും. സ്റ്റിയറിംഗ് ലോക്കാണ്, ഇപ്പോൾ ഇടത്തെ സൈഡിലേക്ക് പൂർണ്ണമായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഞാൻ ഇവിടുന്ന് ഒരു 1/2 റൗണ്ട് തിരിക്കുന്നു, എന്നിട്ട് വീണ്ടും ഒരു റൗണ്ടും കൂടി തിരിച്ച് ആ ടയർ നേരെയാകും. അപ്പോൾ നമുക്ക് ഇതാണ് ഇതിൻ്റെ ഒരു തിരിവെന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെൻറ്ററിൽ നിന്ന് ഒരു 1.5 റൗണ്ട് ഇടത്തോട്ട്, ഇനി നടുക്കുന്ന ഒരു 1.5 റൗണ്ട് വലത്തോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇത് ടയർ പൂർണ്ണമായിട്ട് വലത്തെ സൈഡിലേക്ക് ഓടിയും. കണ്ടോ, ഇതേ വലത്തെ സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ഒടിഞ്ഞു. ഇനി ഇവിടുന്ന് ഒരു 1/2 റൗണ്ട് ഇങ്ങോട്ട് പിടിക്കുന്നു, വീണ്ടും ഒരു റൗണ്ട് പിടിച്ചാൽ ടയർ നേരെയാവും. ഇതാണ് സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷൻ. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത് എങ്ങനെയാണ് സ്റ്റിയറിംഗ് ബാലൻസ് നിങ്ങൾക്ക് പഠിച്ചെടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏകദേശം സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻറ്ററിൽ ആദ്യം കൈ പിടിക്കണം, എന്നിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഇതുപോലെ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് പതുക്കെ ആക്സിലറേറ്റർ കൊടുത്ത് നമ്മൾ ഇതുപോലെ വാഹനത്തെ എടുക്കുന്നു. നിങ്ങൾ നോക്കുക, വാഹനത്തെ ഞാൻ മുന്നോട്ട് എടുക്കുന്നു. കണ്ടോ, കൈ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നമ്മളിത് ഞാനിവിടെ നിങ്ങളൊരു യൂറ്റേൺ എടുത്ത് കാണിക്കാം. നിങ്ങൾ നോക്കുക, ലെഫ്റ്റ് സൈഡിലേക്ക് ഞാൻ പരമാവധി നമ്മുടെ വണ്ടിയായിട്ട് വരികയാണ്. എന്നിട്ട് ഇവിടെ ഒരു യൂറ്റേൺ നിങ്ങൾ എടുക്കാം, റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് യൂറ്റേൺ എടുക്കണം. കണ്ടോ, അപ്പോൾ നമ്മളിവിടെ ഒത്തിരി ആക്സിലറേറ്റർ ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ഇത് ഇങ്ങനെ എടുത്തെടുത്ത് തിരിച്ച് ഞാനിവിടെ തിരിയാണ്. കണ്ടോ, നമ്മളിവിടെ ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ വരുന്നു. അപ്പോൾ ആദ്യത്തെ പ്രാക്ടീസ് ഇങ്ങനെ തന്നെയാണ് ഏറ്റവും ബെറ്റർ. കണ്ടോ, ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഗിയർ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കുറച്ച് നേരത്തെ നിങ്ങളുടെ വലത്തേക്ക് എടുത്ത് ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ ഇവിടെ പിടിക്കണം, ഇവിടെ പിടിക്കണം. എന്നിട്ട് ഈ ഒരു കൈ കൊണ്ട് ഇങ്ങനെ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ആക്കാൻ നോക്കണം. എന്നിട്ട് ഇടത്തേക്ക് എടുത്ത് ലിവറിലേക്ക് ജസ്റ്റ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഈ ഒറ്റ കൈ കൊണ്ട് ഇങ്ങനെ ഒരു ഇത്തിരി നേരം ഒന്ന് സ്റ്റിയറിംഗ് പിടിക്കുക. അപ്പോൾ നമുക്കൊരു കൺട്രോൾ കിട്ടും. അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഉടനെ സെക്കൻഡ് ഇടുക എന്നുള്ളതല്ല. ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് എന്നിട്ട് പതിയെ ഇടത്തെ സൈഡിലേക്ക് ഇങ്ങനെ ബാലൻസ് ചെയ്ത് ഇവിടെ നമ്മൾ ആക്സിലറേറ്റർ കൊടുത്ത് ഇങ്ങനെ വരുന്നു. എന്നിട്ട് വണ്ടി അത്യാവശ്യം ഉരുണ്ട് തുടങ്ങിയെന്ന് തോന്നിക്കഴിയുമ്പോൾ എന്ത് ചെയ്യണം, ഇടത്തെ ഇവിടെ ലിവറിലുണ്ടല്ലോ, നോക്കിക്കേ, ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി, ആക്സിലറേറ്റർ കുറച്ചു, ക്ലച്ച് പിടിച്ചു, സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു, ക്ലച്ച് ചെയ്യുന്ന അയച്ചു. അപ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റത്തില്ല. മനസ്സിലായി? എന്നിട്ട് വീണ്ടും 2 കൈയും ഇങ്ങനെ വരിക. ഓക്കെ, എന്നിട്ട് വീണ്ടും തേർഡ് കൊടുക്കാനായിട്ട് നിങ്ങൾ തീരുമാനിച്ചാലും ചെയ്യേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ. ലിവറിലേക്ക്, ഇത് സ്റ്റിയറിംഗ് വീലിലേക്ക് കൈ നമ്മളൊരു നിരപ്പായിട്ടുള്ള റോഡിലെ പരമാവധി കൊടുക്കുകയുള്ളൂ. വളവിലും തിരിവിലും ഒന്ന് തുടക്കത്തിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യാതിരിക്കുക. അത്യാവശ്യം വണ്ടി നേരെ ആകുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക. ഇപ്പം നമുക്കിവിടെ തേർഡ് കൊടുക്കാം, ഒരു ഇറക്കം കൂടിയ റോഡാണ് വരുന്നത്. ചെറിയ ഇറക്കങ്ങളിൽ തേർഡ് കൊടുക്കുന്നതിന് ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. നിങ്ങളെ ഞാനത് കാണിക്കാം. ചെറിയ ഇറക്കങ്ങളിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ബ്രേക്ക് കാല് വെച്ചോണം. ഓക്കെ, ഇപ്പം ഞാൻ
ബ്രേക്ക് കാല് വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, ബ്രേക്ക് കാല് വെച്ചുകൊണ്ട് ഇവിടെ എൻ്റെ വലത്തേക്ക് വെച്ചു, ലിവറിൽ ഇടത്തേക്ക് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, പതിയെ ബ്രേക്ക് ഇങ്ങനെ വന്ന് പതിയെ പോവാണ്. എന്നിട്ട് ഞാൻ ഇവിടെ ചെയ്യുന്നത് നിങ്ങൾ നോക്കുക, ക്ലച്ച് അങ്ങ് ചവിട്ടി കൊടുത്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതേ ന്യൂട്രൽ പൊസിഷനിൽ വന്നു മേളിലേക്ക് ഇട്ട് കൊടുക്കും. ഇതേ തേർഡ് ഗിയർ കറക്റ്റ് ആയിട്ട് ഇട്ടു, കണ്ടോ? എന്നിട്ട് രണ്ട് കൈയും വീണ്ടും വരിക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഗിയർ ഷിഫ്റ്റിംഗ് ഈസി ആവും. ഡൗൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തന്നെ നമുക്ക് തേടി പോകാനായിട്ട് മടി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം പിടിച്ച് ഇങ്ങനെ ഓടിക്കുന്നു. എന്ത് ചെയ്യുന്നു, അഡ്വാൻസ് ക്ലച്ച് ചവിട്ടുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുന്നു, ക്ലച്ച് നയിക്കുന്നു, രണ്ട് കൈയും ലിവറിലെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ഇനി നിങ്ങൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് വണ്ടി നിർത്തിയെടുക്കാനായിട്ടാണ് ശരിക്കും ഡ്രൈവിങ്ങിൽ പഠിക്കേണ്ട മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് വണ്ടി നിർത്താനായിട്ട് ക്ലച്ച് ഔട്ടുക, ബ്രേക്കിലേക്ക് വരിക. ഇപ്പോൾ നിങ്ങളുടെ വണ്ടി നല്ല സ്പീഡിലാണ് പോകുന്നത്, വണ്ടി നിർത്തണം. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്കിലേക്ക് വന്ന് വാഹനത്തെ സ്ലോ ചെയ്യണം. സ്പീഡ് കുറച്ചുകൊണ്ട് സൈഡ് ഒതുക്കി ക്ലച്ചും കൂടി ചവിട്ടി വണ്ടി നിർത്തിയാൽ മതി. പതുക്കെ വണ്ടി എടുത്ത് നിർത്തുന്ന സമയത്ത് ബ്രേക്കിലേക്കല്ല ആദ്യം വരേണ്ടത്, ക്ലച്ച് ചവിട്ടിയാണ് വണ്ടി നിർത്തേണ്ടത്. ഇപ്പം ഞാൻ നിങ്ങളെ അതൊന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് കൊടുത്തിപ്പോൾ ഞാൻ വണ്ടി ഇവിടെ എടുക്കുകയാണ്. അതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വണ്ടി നീങ്ങുന്ന പോയിന്റിൽ വന്നു. എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലയക്കുമ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങനെ നീങ്ങി, കണ്ടോ? നീങ്ങി. ഇനി വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം ക്ലച്ച് അങ്ങ് ചവിട്ടി കഴിഞ്ഞാൽ നമുക്ക് വാഹനം നിർത്താം. നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇങ്ങനെ പോവാണ്, വണ്ടി എനിക്ക് ഇവിടെ നിർത്തണം. ക്ലച്ച് അങ്ങ് ചവിട്ടി ബ്രേക്കിലേക്ക് വന്നു, കണ്ടോ? ഇവിടെ പതിയാണ്. അവിടെ നമ്മൾ ആദ്യം ബ്രേക്ക് ഔട്ടുണ്ട്, ക്ലച്ച് വിട്ടുക, ബ്രേക്കിലേക്ക് വരും. ഇനി വീണ്ടും എടുക്കണോ, ഹാഫ് ക്ലച്ച്, വണ്ടി നീങ്ങുന്ന പോയിന്റ് കണ്ടുപിടിക്കുന്നു, കണ്ടോ? എന്നിട്ട് ആക്സിലറേഷൻ ഇച്ചിരി കൊടുത്തോണ്ട് വേണം ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കാൻ. അല്ലെങ്കിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ വണ്ടി നീങ്ങത്തില്ല, ടയർ ഉരുളത്തില്ല. ടയറിനെ പതിയെ നമുക്ക് കറക്കണം, കാരണം നിർത്തിയ വണ്ടി നീക്കുകയാണ് ഇരിക്കുന്നത്. അതിന് ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് പതിയെ ക്ലച്ച് നയിക്കുമ്പോൾ നമ്മുടെ വണ്ടി ഇതുപോലെ നമുക്ക് എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡ്രൈവിങ്ങിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വണ്ടി ഓടിക്കുക. നിങ്ങൾക്ക് മാരുതി 800 ഈസി ആയിട്ട് തന്നെ ഓടിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.